ബേത്ലഹേം മിനിസ്ട്രീസിന്റെ ജീവന്റെ അപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. സുപ്രസിദ്ധ വേദാധ്യാപകരും കൺവെൻഷൻ പ്രഭാഷകനുമായ പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ് ഇപ്പോൾ നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. ഈ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മാന്യ പ്രേക്ഷകർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം അറിയിക്കുന്നു. ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട്, മുഖാന്തരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആയിത്തീരട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്ന വിഷയം രോഗങ്ങളെക്കുറിച്ചാണ്. മനുഷ്യനെ ഭാരപ്പെടുത്തുന്ന, അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് രോഗങ്ങൾ. ഒരിക്കലെങ്കിലും രോഗം ബാധിക്കാത്ത ആളുകൾ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. രോഗങ്ങൾ ഏറ്റവും വർദ്ധിച്ചിരിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു 50 വർഷം മുമ്പ് നമ്മൾ കേട്ടിട്ടില്ലാത്ത എത്രയോ പുതിയ രോഗങ്ങളാണ് ഇന്ന് മനുഷ്യന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശാസ്ത്രം എത്ര വളർന്നിട്ടും എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രത്തെ തോൽപ്പിച്ചുകൊണ്ട് പുതിയ പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നിരിക്കാൻ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പുതിയ രോഗങ്ങളുടെ പേര് നമ്മൾ കേൾക്കുന്നു. എല്ലാ രോഗത്തിനും മരുന്ന് ഇല്ല, എല്ലാ രോഗങ്ങളും സൗഖ്യമാകുന്നില്ല. മനുഷ്യന് രോഗത്താൽ ഭാരപ്പെടുകയാണ്. എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നു? പല കാരണങ്ങളുണ്ട്. എല്ലാ രോഗവും ഒന്നല്ല. എല്ലാ രോഗങ്ങളും വരുന്നതിൻ്റെ കാരണം ഒന്നല്ല. എല്ലാ രോഗത്തിൻ്റെ പരിഹാരവും ഒന്നല്ല എന്നുള്ള സത്യമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒന്നാമത് മനസ്സിലാക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ആ ഒറിജിനൽ പ്ലാനിൽ രോഗമില്ല, മരണം ഇല്ല. മനുഷ്യൻ രോഗിയാകുന്നതും മരിക്കുന്നതും എല്ലാത്തിനും കാരണം ആദ്യ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടാണ്. തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്നാണ് പറഞ്ഞത്. തിന്നില്ലായിരുന്നേ മരണം ഉണ്ടാകത്തില്ല, തിന്നില്ലെങ്കിൽ രോഗം ഉണ്ടാകത്തില്ലായിരുന്നു. ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് വന്നു. എല്ലാവരും പാപികളായി തീർന്നു. മനുഷ്യവർഗം മുഴുവൻ, ആദാമി സന്തതി മുഴുവൻ പാപത്തിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. ആ പാപത്തിന്റെ വിത്ത്, പാപ സ്വഭാവം എല്ലാ മനുഷ്യനിലും ഉണ്ട്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ദൈവ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനിൽ സംഭവിച്ച 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. 3 ഘടകങ്ങൾ മനുഷ്യനിലുണ്ട്. മനുഷ്യന് ഒരു ശരീരമുണ്ട്, പുറമേ കാണുന്ന ശരീരമുണ്ട്. അതുപോലെ ഒരു ദേഹി, പ്രാണനുണ്ട്, ആത്മാവുമുണ്ട്. ശരീരം എന്ന് പറയുന്നത് മനുഷ്യന്റെ പുറന്തോടാണ്. അതാണ് ദൃശ്യമായ നമ്മുടെ ശരീരം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി. ദേഹി എന്ന് പറയുന്ന നമ്മുടെ ചിന്തകളുടെ, വിചാരങ്ങളുടെ, വികാരങ്ങളുടെ എല്ലാം ഇരിപ്പിടമാണ്. മനസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തത് മനുഷ്യനിലെ ആത്മാവുണ്ട്. ആത്മാവാണ് ദൈവോന്മുഖമായി ചിന്തിക്കുന്നതും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നതും ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നതും ആത്മാവിലാണ്. ആത്മാവ് നിത്യമാണ്. ശരീരം മരിച്ച് ദ്രവിച്ച് മണ്ണിലോട്ട് വീണ്ടും ചേരും. പക്ഷെ ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവ് നിത്യവുമാണ്. ഈ ശരീരാത്മദേഹികൾക്ക് പാപം വരുത്തിയ വിന, ഒന്ന്, പാപം ചെയ്തപ്പോൾ ശരീരം ബലഹീനമായി. ശരീരം ബലഹീനമായതുകൊണ്ടാണ് ശരീരത്തിൽ രോഗം വരുന്നതും ശരീരം ദ്രവിച്ചു പോകുന്നതും നമ്മൾ മരിച്ചു പോവുകയും ചെയ്യുന്നത്. ദേഹിക്ക് സംഭവിച്ചത്, ദേഹി വഷളായിപ്പോയി. എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, വഷളായിപ്പോയ പഴയ മനുഷ്യൻ എന്നാണ് പറയുന്നത്. വഷളായി. അതുകൊണ്ടാണ് ദേഹി അധമമായി ചിന്തിക്കുന്നതും അധമവികാരമുണ്ടാകുന്നതും പാപം ചെയ്യുവാൻ ശരീരത്തെ ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്.
ആത്മാവിന് സംഭവിച്ചത് ആത്മാവ് മരിച്ചു, അഥവാ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ചൈതന്യം നഷ്ടപ്പെട്ടു. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്ന അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നാം, അവിടെ ആത്മീയ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അഥവാ പാപം മനുഷ്യന്റെ ശരീരത്തിൽ വരുത്തിയ ഏറ്റവും വലിയ ദോഷം, ശരീരം ബലഹീനമായിപ്പോയി, രോഗത്തിനും മരണത്തിനും അധീനമായിപ്പോയി ശരീരം പാപം നിമിത്തം. അങ്ങനെയാണ് മനുഷ്യനിലുള്ള സാധ്യത തെളിഞ്ഞത്. ഇനി എന്തെല്ലാം കാരണം കൊണ്ട് രോഗം വരുന്നു? രോഗത്തിന്റെ കാരണം കണ്ടുപിടിച്ചെങ്കിലേ രോഗത്തിന്റെ ചികിത്സ പറയാൻ പറ്റത്തുള്ളൂ. രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്തിനാ ഡോക്ടർമാർ ഒരുപാട് ടെസ്റ്റുകൾ പറയുന്നത്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, യൂറിൻ ടെസ്റ്റ് ചെയ്യുക, സ്കാൻ ചെയ്യുന്നൊക്കെ പറയുന്നത് ഇതിന്റെ കാരണം കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിക്കുക ചികിത്സിക്കാൻ പറ്റിയല്ല. അതോ മനുഷ്യന്റെ രോഗം വരുന്ന കാരണം കണ്ടുപിടിക്കാതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രോഗത്തിന്റെ കാരണങ്ങൾ പറയാം. മനുഷ്യന് രോഗം വരുന്ന നാച്ചുറൽ കോസസ് ആണ്, അഥവാ സ്വാഭാവികമായ കാരണമാണ്. അഥവാ രോഗ അണുക്കൾ നമ്മിൽ കടക്കുന്നത് കൊണ്ട് രോഗം വരുന്നു. എവിടുന്ന്? വായുവിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ആഹാരത്തിൽ നിന്ന്, നമ്മുടെ ആഹാരത്തിൽ ചേർക്കുന്ന മായങ്ങളിൽ നിന്ന് എല്ലാം രോഗം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായ കാരണം കൊണ്ട് രോഗം ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങൾ ശരിയാകാത്തതുകൊണ്ട്, ആവശ്യത്തിന് വ്യായാമമില്ലാത്തതുകൊണ്ട്, ആവശ്യത്തിന് വിശ്രമമില്ലാത്തതുകൊണ്ട്, പകർച്ച വ്യാധികളിൽ നിന്നൊക്കെ പല കാരണങ്ങൾ കൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട്, കെമിക്കൽ ഇംബാലൻസസുകൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പനി സീസണുണ്ട്, ആ സമയത്ത് പനി വരുന്നു, സ്വാഭാവികമായി വരുന്ന, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടല്ല. അപ്പോൾ പറയുമല്ലോ, ഡോക്ടർ പറയുമല്ലോ, ഇവിടെ പനിയുടെ സീസണാണെന്ന് പറയും, വൈറസാണെന്ന് പറയുന്നത് ആ സമയമാണ്. വെള്ളപ്പൊക്കമൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ് താക്കീത് തരുമല്ലോ, ശുദ്ധമായ വെള്ളമേ കുടിക്കാവൂ, കോളറയുടെ സമയമാണ്, വയറിളക്കം വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായ സംഭവങ്ങളാണ്. അപ്പോൾ സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ മനുഷ്യനുണ്ടാകും. ഇനി സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് രോഗമുണ്ടായാൽ എങ്ങനെ ചികിത്സിക്കേണ്ടത്? 2 കാര്യം ചെയ്യാം. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ രോഗം മാറും. തീർച്ചയായിട്ടും ഞാൻ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. എന്നാൽ മരുന്ന് കഴിക്കുന്ന പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആഹാരം കഴിക്കുന്ന പാപമല്ലാത്തതുപോലെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങൾ ആഹാരത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ ശരീരത്തിന്റെ കെമിക്കൽ ഇൻബാലൻസ് തെറ്റിപ്പോകുമ്പോൾ അത് മരുന്നിലൂടെ പരിഹരിക്കുന്നത് യാതൊരു തെറ്റും അതിലില്ല. അപ്പോൾ സ്വാഭാവിക രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കഴിക്കാം. മരുന്ന് കഴിക്കത്തില്ലെന്ന് തീരുമാനമുള്ള, വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾ കഴിക്കണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നും ഇല്ല. തീർച്ചയായിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ രോഗങ്ങൾ സൗഖ്യമാകും. അതിന് വിശ്വാസമുള്ളവരങ്ങനെ ചെയ്യട്ടെ. അപ്പോൾ 2 രീതിയിലാണ് സ്വാഭാവിക രോഗങ്ങളെ ചികിത്സിക്കുന്നത്. മാനുഷികമായ പ്രതിരോധം, മരുന്നുകൾ. 2 പ്രാർത്ഥന. ഇതാണ് സ്വാഭാവിക രോഗത്തിനുള്ള ചികിത്സ. രണ്ടാമത് രോഗങ്ങളുടെ ഒരു കാരണം പൈശാചികമായ ബന്ധനം കൊണ്ടും രോഗം വരും. പൈശാചിക ബന്ധനം കൊണ്ട് രോഗം വരും. ബൈബിളിൽ അങ്ങനെ ഉദാഹരണമുണ്ട്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ചന്ദ്രരോഗിയായ ഒരു മനുഷ്യനെക്കുറിച്ച് നാം കാണുന്നു. ആ മനുഷ്യനെ എങ്ങനെ സൗഖ്യമാക്കിയത്? ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. പക്ഷേ ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ പറ്റിയില്ല. മരുന്ന് കൊടുത്തല്ലല്ലോ അവനെ സൗഖ്യമാക്കിയത്. അവനെ സൗഖ്യമാക്കിയത് എങ്ങനെ? മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ യേശു ഭൂതത്തെ ശാസിച്ചു. ഭൂതം പോയി കഴിഞ്ഞപ്പോൾ അവന്റെ രോഗം മാറി. അത് കഴിഞ്ഞ് ശിഷ്യന്മാരെ ചോദിക്കുന്നു, ഞങ്ങൾക്ക് എന്താ സാധിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരോട് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി വിട്ടുമാറുകയില്ല. അപ്പോൾ പൈശാചിക ബാധകൾ കൊണ്ട്, പൈശാചിക ബന്ധനങ്ങൾ കൊണ്ട് വരുന്ന രോഗങ്ങൾ ഉണ്ട്. അത്
മരുന്ന് കഴിച്ചാൽ മാറത്തില്ല. കാരണം ഇതൊരു ആത്മീയ യുദ്ധമാണ്. പൈശാചിക ബന്ധനം കൊണ്ട് രോഗമുണ്ടായാൽ പരിഹാരം പ്രാർത്ഥനയല്ലാതെ വേറൊരു മരുന്നും അതിനില്ല. കർത്താവ് ചന്ദ്രരോഗിയായ മനുഷ്യനെ പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത്, ശാസിച്ച്, ഭൂതത്തെ ശാസിച്ച് സൗഖ്യമാക്കിയതുപോലെ കൃപാവരമുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ശാസിക്കുമ്പോൾ പൈശാചിക ബന്ധനം കൊണ്ട് വന്നിട്ടുള്ള രോഗങ്ങൾ ഒഴിഞ്ഞ് കിട്ടും. 18 വർഷമായി കൂനിയായിരുന്ന ഒരു സ്ത്രീയെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും എങ്ങനെ സൗഖ്യമായത്? അവൾ പലവട്ടം നിവരാൻ ശ്രമിച്ചതാ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് തിരുമുകയും ഒരുപാട് സ്കാൻ ചെയ്യുകയും ഒക്കെ ചെയ്തതാ ഇന്നത്തെ ഭാഷയിൽ പറയുക. പക്ഷെ 18 വർഷത്തെ ചികിത്സ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. പിന്നെ എങ്ങനെ അവളുടെ സൗഖ്യമായ? യേശു അവളെ പള്ളിയിൽ കണ്ടപ്പോൾ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ആ രോഗം ഒരു ബന്ധനമായിരുന്നു. തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് എല്ലാ രോഗവും ബന്ധനമല്ല. ഇന്ന് വളരെ തെറ്റായ ഒരു പ്രവണതയുള്ള ഏത് രോഗിയെ കണ്ടാലും ബന്ധനം അഴിയട്ടെ എന്ന് പറയുന്നില്ല. എല്ലാ രോഗവും ബന്ധനമല്ല. സ്വാഭാവിക കാരണങ്ങൾ കൊണ്ട് രോഗം വരാം. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ പൈശാചിക ബന്ധനം കൊണ്ട് വരുന്ന രോഗം അത് എത്ര മരുന്ന് കഴിച്ചാലും മാറിയല്ല, വർഷങ്ങൾ ട്രീറ്റ് ചെയ്താൽ മാറത്തില്ല. അത് പ്രാർത്ഥനയാൽ മാത്രമേ മാറത്തുള്ളൂ. ചില പൈശാചിക ബന്ധനങ്ങൾ വെറും പ്രാർത്ഥന കൊണ്ട് മാറത്തില്ല. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവിക വിടുതൽ ഏറ്റെടുക്കണം. മൂന്നാമത് രോഗങ്ങളുടെ ഒരു കാരണം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ കുരുടനായ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവേ, ഇവന്റെ പാപം കൊണ്ടാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടാണോ ഇവനെ കുരുടനായി ജനിച്ചതെന്ന? അപ്പോൾ ഒരു കാര്യം അവരങ്ങ് അസ്യൂം ചെയ്തു, ഈ രോഗത്തിന്റെ കാരണം പാപമാണ്. പിന്നെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഇവന്റെ പാപമാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? ഇവിടെ അമ്മയപ്പന്മാർ പാപം ചെയ്തതിനെന്തിനാ ഇവൻ ശിക്ഷ അനുഭവിക്കുന്നത്? എന്നാൽ യേശു പറഞ്ഞു, ഇവന്റെ പാപവുമല്ല ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടുമല്ല ഇവൻ കുരുടനായി. നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ അതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും രോഗം വരുമ്പോൾ ചുമ്മാതല്ല രോഗം വന്നത്, ഏതാണ്ട് കുഴച്ചിലുണ്ടെന്ന് പറയും. അങ്ങനെ വിധിക്കരുത്. പാപം കൊണ്ടുവരുന്ന രോഗം ഉണ്ടേ, അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ എല്ലാ രോഗവും ബന്ധനമല്ല, ബന്ധനമുള്ള രോഗമുണ്ട്. അതുപോലെ തന്നെ എല്ലാ രോഗവും പാപം കൊണ്ടുവരുന്നതല്ല. ഈ കുട്ടനായ മനുഷ്യനെ കുറിച്ച് യേശു പറഞ്ഞു, അവന്റെ പാപം കൊണ്ടുമല്ല അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടുമല്ല വന്നത്. പിന്നെന്താ? ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടിയാണ്. ഈ കുരുടനായ മനുഷ്യനെ യേശു സൗഖ്യമാക്കി ദൈവമഹത്വമോടെ വെളിപ്പെടാൻ വേണ്ടിയാണ്. ചിലപ്പോൾ ചില രോഗങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കുന്നത് ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. ഒരത്ഭുതകരമായ വിടുതൽ തന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടാനും അത് മുഖാന്തരം നമ്മൾ വിശ്വാസത്തിൽ ഉറക്കുക മാത്രമല്ല, അത് കണ്ട് പലരും ദൈവത്തിൽ വിശ്വസിക്കാൻ തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ് ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നത്. മാത്രമല്ല, നാലാമതൊരു കാരണമുണ്ട് രോഗത്തിൻ്റെ. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. അങ്ങനെ രോഗമുണ്ട്. ഉണ്ട്. തെളിവ് ഇയ്യോബിനുണ്ടായ രോഗം. ഇയ്യോബ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇയ്യോബ് രോഗിയായി തീർന്നത്? സാധാരണ രോഗമായിരുന്നു. ശരീരം മുഴുവൻ വ്രണം, ചാരത്തിലിരുന്ന് ഓട്ട് കഷണം കൊണ്ട് മാന്തുകാരുന്നു. എന്താ ഇതിന്റെ കാരണം? സ്നേഹിതന്മാർ വന്ന് പറഞ്ഞു, ഇവൻ ഏതാണ്ട് കുഴപ്പം ചെയ്തിട്ടാണ്. നമ്മൾ വിചാരിച്ചതുപോലെ ഇവൻ നീതിമാനൊന്നുമല്ല. പക്ഷെ ദൈവം പറഞ്ഞു, എൻ്റെ ദാസനായ ഇയ്യോബ് നീതിമാനാണ്, നിഷ്കളങ്കന, ദൈവത്തെ ഭയപ്പെടുന്നവനാണെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യനാണ്. പക്ഷേ ശരീരം മുഴുവൻ വ്രണമാണ്. എന്താ കാരണം? അവന്റെ വിശ്വാസത്തിന്റെ പരിശോധനയാണ്. അവന്റെ വിശ്വാസത്തിന്റെ പരിശോധനയായിട്ട് ദൈവം കൊടുത്ത ഒരു ശോധനയായിരുന്നു അവന്റെ രോഗം. കാരണം പിശാച് അവനെക്കുറിച്ച് പറഞ്ഞത്,
അവന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളുടെയും പ്രൊട്ടക്ഷന്റെയും അടിസ്ഥാനത്തിലാണ് അവൻ ദൈവത്തെ സേവിക്കുന്നതെന്നാണ്. പക്ഷെ ദൈവം ആ രോഗത്തിലൂടെയും ആ രോഗിയായി കിടന്നപ്പോഴുള്ള യോബിന്റെ വിശ്വാസത്തിലൂടെയും സഹിഷ്ണുതയിലൂടെയും തെളിയിച്ച ഒരു കാര്യമുണ്ട്. യോബ് ദൈവത്തെ സേവിക്കുന്നത് ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, ശാരീരിക സൗഖ്യത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കാൻ ദൈവം അനുവദിച്ച രോഗമാണ്. ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയ്ക്കായി ദൈവം രോഗങ്ങൾ അയക്കുമ്പോൾ ആളുകളെ കുറ്റപ്പെടുത്തും. ആളുകൾ പറയും ഏതാണ്ട് തെറ്റ് ചെയ്തിട്ടാണ്. യോബിന്റെ ഭാര്യ തന്നെ വന്ന് യോബിനോട് പറഞ്ഞല്ലോ, നീ നിന്റെ വിശ്വാസം മുറുകെ പിടിക്കാതെ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാനാണ് ഉപദേശിച്ചത്. അവർക്കറിയാമേ, അവരുടെ യോബ് പറയുന്നത് നീ പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നത്. ചില ആളുകൾ അങ്ങനെ യോബിന്റെ ഭാര്യയുടെ കൂട്ടാണ്, അവർക്കൊരു കാര്യവും പിടികിട്ടത്തില്ല. ചില രോഗങ്ങൾ ദൈവം അനുവദിക്കുന്ന വിശ്വാസത്തിന്റെ ശോധനയാണ്. അത് വിശ്വാസത്തിന്റെ ശോധനയാകുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ദൈവം തന്നോളും. അതാ യോബ് പറയുന്നത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. വീണ്ടും യോബ് പറയുന്നുണ്ട്, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബിന് മനസ്സിലായി ഇതൊരു ശോധനയാണെന്ന്. ഞാൻ പുറത്തു വരും. എപ്പോഴാ? ദൈവത്തിന്റെ സമയത്ത് ദൈവം പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ശോധനയായി ഒരു രോഗത്തിലൂടെ, ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആളുകൾ എന്തെല്ലാം വിധി എഴുതട്ടെ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കേടും സംഭവിക്കത്തില്ല, പ്രാണൻ ഒരു കേടും സംഭവിക്കത്തില്ല. ഇത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനാണ്, ധൈര്യപ്പെടുത്താനാണ്, ദൈവത്തിന് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ മറ്റനേകർക്ക് ഒരാശ്വാസമായി മാറേണ്ടതിന് വേണ്ടി വരുന്ന രോഗങ്ങളാണ്. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്വാഭാവിക കാരണം, പൈശാചിക ബന്ധനം, ദൈവനാമ മഹത്വത്തിനു വേണ്ടിയുള്ളത്, നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന. ഇനി അടുത്തൊരു കാര്യം, പാപം നിമിത്തവും രോഗമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നിമിത്തം അനേകര് രോഗികളാകുന്നു, പലരും നിദ്ര പ്രാപിച്ചു, മരിച്ചുപോയി. ഏത് നിമിത്തം? കർത്താവിന്റെ മേശ, കർത്തൃമേശ അഥവാ തിരുവത്താഴം അയോഗ്യമായി ഭക്ഷിച്ചതുകൊണ്ട്, പാനം ചെയ്തതുകൊണ്ട്, തന്നെത്താൻ ശോധന ചെയ്യാതെ അപ്പവീഞ്ഞുകൾ ഭക്ഷിച്ച് പാനം ചെയ്യുന്നതുകൊണ്ട് രോഗികളാകും. അതുകൊണ്ടാണ് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നുണ്ട്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. നാം അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം എന്ന പാനപാത്രത്തെക്കുറിച്ച് പറയുന്നുമുണ്ട്. അപ്പോൾ തിരുമേശ പ്രാഗൽഭ്യത്തോട്, വിശുദ്ധിയോട് ആചരിക്കുമ്പോൾ അത് അനുഗ്രഹമായിട്ട് മാറും. എന്നാൽ ഈ തിരുമേശ തന്നെ അയോഗ്യമായി അനുഭവിക്കുമ്പോൾ അത് നിമിത്തം രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അത് വേറൊരാൾക്ക് രോഗം വന്നെന്താന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് അവരവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. ചില രോഗങ്ങൾ ചില തെറ്റ് ചെയ്തിട്ട് അനുദപിക്കാതെ നടക്കുന്നതുകൊണ്ട് വന്നതാണ്. അനുദപിക്കാൻ ദൈവം അവസരം കൊടുത്തിട്ടും ദൈവവചനത്തിൽ നിന്ന് അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടും, ഞാൻ ഒരു തെറ്റും ചെയ്ത്, എൻ്റെ മനസാക്ഷിക്ക് ഒരു തെറ്റുമില്ല. സാധാരണ ആളുകൾ പറയുന്ന കാര്യമാണ്, എൻ്റെ മനസാക്ഷിക്ക് ഒരു തെറ്റുമില്ല. അത് തെറ്റല്ലാത്തതുകൊണ്ടല്ല, അവരുടെ മനസാക്ഷി തെറ്റിപ്പോയത് കൊണ്ടാണ്, അവരുടെ മനസാക്ഷി നിർജീവമായത് കൊണ്ടാണ്. ഒരേ തെറ്റ് സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് അത് തെറ്റായിട്ട് ഒരിക്കലും തോന്നത്തില്ല. തെറ്റുകളുടെ ഒരു തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഏത് തെറ്റും ആദ്യം ചെയ്യുമ്പോഴേ തെറ്റാണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. തെറ്റും ശരിയും വിവേചിച്ച് മനസ്സ് പറയുന്ന വിധിയാണ് മനസാക്ഷി എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. ഇതെങ്ങനെയാ പറയുന്നത്? അത് നമ്മൾ മനസ്സിന് ഫീഡ് ചെയ്യുന്ന ഇൻഫർമേഷന്റെ വെളിച്ചത്തിലാണ്.
ഇന്നതിന്നത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇന്നതിന്നത് ശരിയാണെന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആ ശരി ചെയ്യുമ്പോൾ മനസ്സ് പറയും ഇത് ശരിയാണ്, ആ തെറ്റ് ചെയ്യുമ്പോൾ മനസ്സ് പറയും ഇത് തെറ്റാണ്. അത് ഒരു കമ്പ്യൂട്ടറിനെ പ്രോഗ്രാം ചെയ്യുന്നതനുസരിച്ചാണ് എന്ന് പറയുന്ന പോലെ നമ്മൾ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയാണ്. മദ്യപാനം തെറ്റാണെന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മദ്യപിക്കുമ്പോൾ മനസ്സ് നമ്മളോട് പറയും ഇത് തെറ്റാണ്. എന്നാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുക, ഓ മദ്യം അതിലെന്നാ തെറ്റ്, ആരാ കുടിക്കാത്ത, എല്ലാവരും കുടിക്കും, അതിലൊക്കെയാണെന്ന കാര്യം, ഇതൊന്നും ഒരു തെറ്റല്ല എന്ന് നമ്മൾ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപിക്കുമ്പോൾ മനസ്സും പറയും നോ പ്രോബ്ലം, കുഴപ്പമില്ല. അഥവാ എന്തൊക്കെ തെറ്റെന്നും എന്തൊക്കെ ശരിയെന്നും നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സ് പറയത്തുള്ളൂ ഇത് തെറ്റാണ് ശരിയാണത്. അതുകൊണ്ടാണ് ചിലർ പറഞ്ഞത് എൻ്റെ മനസാക്ഷിക്ക് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് കുഴപ്പമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാനൊക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഫീഡ് ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? ഇന്നത് തെറ്റാണ്, ഇന്നത് ശരിയാണെന്ന് ബൈബിള് പറയുന്നുണ്ട്. ആ ബൈബിൾ പറയുന്ന ഇൻഫർമേഷൻ വിശ്വസിച്ച് നിങ്ങൾ മനസ്സിൽ സ്വീകരിച്ച് ഫീഡ് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സ് കുറ്റം വിധിക്കുന്നത്. അപ്പം തെറ്റായ തീരുമാനങ്ങൾ മനസ്സിനെ കൊണ്ട് എടുപ്പിച്ചിട്ട് എൻ്റെ മനസാക്ഷിക്ക് ഒരു തെറ്റുമില്ലെന്നൊരാൾ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. നിങ്ങളുടെ മനസാക്ഷി നിർമ്മലമല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ തെറ്റായ മനസാക്ഷി കൊണ്ട് തെറ്റിനെ ശരിയാക്കിയിട്ട് കർത്താവിൻ്റെ മേശ അനുഭവിച്ച് ഒരുപാട് രോഗികൾ ഉണ്ടാകുന്നുണ്ട്. ആ രോഗത്തിന് ഒരു ചികിത്സയുമില്ല. ഏതെല്ലാം ആശുപത്രിയിൽ പോയി, ഏതെല്ലാം ഡോക്ടറെ കണ്ടാലും ആ രോഗം മാറത്തില്ല. കാരണം ഇത് ദൈവം കൊടുത്ത ശിക്ഷയാണ്. ഒരു ഡോക്ടറെ ചികിത്സിച്ചിട്ട് ഫലമില്ലാതെ വരുമ്പം ആ ഡോക്ടറെ കുറ്റം പറയും, ഇയാൾ ശരിയല്ല, വേറൊരാളിനെ കാണാം. അല്ലെ ഒരാശുപത്രിയിൽ പോയി ചികിത്സിച്ചിട്ട് ഇവിടെ ശരിയല്ല, വേറെ ആശുപത്രി പോയി. ഇങ്ങനെ ആശുപത്രി മാറി മാറി പോകാം, ഡോക്ടറെ മാറി മാറി കാണാം, മരുന്ന് മാറി മാറി കഴിക്കാം, പക്ഷെ രോഗം മാറത്തില്ല. കാരണം ഇത് ആരോടോ ചെയ്ത ഏതോ ഒരു തെറ്റിന്റെ ശിക്ഷയാണ്. ഏറ്റുപറയാനുള്ള ഏതോ പാവം ഏറ്റുപറയാത്തോണ്ടുള്ള ശിക്ഷയാണ്. അത് അവരവർക്ക് അറിയത്തുള്ളൂ. അവരൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം കുറ്റബോധമുണ്ടാക്കും. അത് പൈശാചിക ബന്ധനമല്ല. പാപം നിമിത്തം ഉണ്ടായിരിക്കുന്ന രോഗത്തെ 101 പേര് ചുറ്റിനു വരുന്ന ഫൽസിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ രോഗം മാറത്തില്ല. തുപ്പല് തെറിപ്പിച്ച് ഫൽസിച്ചതുകൊണ്ട് രോഗം മാറത്തൊന്നുമില്ല, തുപ്പല് തെറിക്കുമെന്നുള്ളേ ഉള്ളൂ. ഏത് രോഗത്തെയാണ് ഫൽസിക്കേണ്ടത്? സ്വാഭാവിക കാരണം കൊണ്ട് വന്നാന്നേ ഫൽസിച്ചകറ്റാം. പൈശാചിക ബന്ധനമാണേ ഫൽസിച്ചകറ്റാം. എന്നാൽ ദൈവം വിശ്വാസത്തിന്റെ ശോധനയായിട്ട് തന്നിട്ടുള്ളതാണ്, അതിനെ ഫൽസിച്ചകറ്റേണ്ട കാര്യമൊന്നുമില്ല. ദൈവം വിശ്വാസം പഠിപ്പിക്കുക, സമയമാകുമ്പോൾ ദൈവം പുറത്തു കൊണ്ടുവന്നോളും. ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി ദൈവം അനുവദിച്ചൊരു ശോധനയാണെങ്കിൽ അതിനെ ശാസിച്ചകറ്റേണ്ട കാര്യമൊന്നുമില്ല. ദൈവം അത് സമയമാകുമ്പോൾ ദൈവം ചെയ്തോളും. പൗലോസിനുണ്ടായിരുന്നൊരു പ്രശ്നം രോഗമാണെന്ന് എനിക്ക് ഉറപ്പില്ല, അതുകൊണ്ട് രോഗമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പൗലോസ് അത് മാറേണ്ടതിന് വേണ്ടി 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് എന്ന് പറഞ്ഞു. എൻ്റെ കൃപ നിനക്ക് മതി. ആ പ്രശ്നം എന്തുമായിട്ട് രോഗമാണ്, രോഗം അതവിടെ ഇരുന്നോട്ടെന്നാ പറഞ്ഞു. അതവിടെ ഇരുന്നോട്ടെ, പക്ഷേ അത് ഇരിക്കുമ്പോൾ തന്നെ നിനക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് ഞാൻ തരും. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞ് വരും. പൗലോസിന്റെ ആ ബലഹീനത, പൗലോസ് തന്നെ അതിന്റെ കാരണം പറയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. അത് ഒഴിവായതായിരുന്നെങ്കിൽ പൗലോസ് ചിലപ്പോൾ നിഗളിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ദൈവം വെച്ചതാ. ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങളൊക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നത് എന്തിന്? നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ വേണ്ടി, ദൈവകൃപയിൽ നിൽക്കാൻ വേണ്ടി, ദൈവത്തോട് അടുക്കാൻ വേണ്ടി. എല്ലാ സുഖസൗകര്യങ്ങളും എല്ലാ ആരോഗ്യവും എല്ലാം കൂടെ ഒക്കെ ഒന്നിച്ച് കിട്ടുമ്പോൾ നമ്മൾ ദൈവത്തെ അങ്ങ് മറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ കഴിവുകൊണ്ടാണ് നിൽക്കുന്നൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചെറിയ രോഗമോ ചെറിയ പ്രശ്നമൊക്കെ ദൈവം അനുവദിക്കും. പക്ഷേ അത് അവിടെ കിടക്കുന്നൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ
തികഞ്ഞു വരും. അപ്പോഴാണ് പൗലോസ് പറഞ്ഞ പോലെ പറയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. അതെ, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ബലഹീനതയിൽ നമ്മളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. രോഗങ്ങൾ പല കാരണം കൊണ്ട് വരാം, എന്നാൽ രോഗത്തിന്റെ കാരണമറിഞ്ഞ് ചികിത്സിക്കാൻ പറ്റും. പാപം കൊണ്ട് വന്ന ഒരു രോഗത്തെക്കുറിച്ച് വീണ്ടും നാം വായിക്കുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങൾ 26-ാം അധ്യായത്തിന്റെ 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഉസിയാവിന് പാപം ചെയ്ത് രോഗിയായി തീർന്നു. ആ രോഗത്തിൽ മരിക്കുകയും ചെയ്തു. അപ്പോൾ പാപം നിമിത്തം രോഗം വരും. ആ രോഗം നിമിത്തം മരണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരും. യാക്കോബിലെ 5-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഒരുവൻ രോഗിയായ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവരെ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയട്ടെ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയട്ടെ. അപ്പോൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ കർത്താവ് ആ പാപം ക്ഷമിക്കുകയും രോഗിയെ സൗഖ്യമാക്കുകയും ചെയ്യും. ഇനി അവസാനം ഒരു കാര്യം പറയട്ടെ. എന്താണെങ്കിലും, രോഗമാണേലും കഷ്ടമാണേലും ഭാരമാണേലും പ്രയാസമാണേലും, ഒരു ദൈവവൈതലിന് ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഇതെല്ലാം നന്മയ്ക്കാണെന്നുള്ള ബോധം കൂടെ നമുക്ക് വേണം. 119-ാം സങ്കീർത്തനത്തില് 67-ാം വാക്യത്തിലെ സങ്കീർത്തനക്കാരൻ പറയുന്നു, കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. കഷ്ടതയല്ല തെറ്റിച്ചത്, കഷ്ടതയിലാകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. അപ്പോൾ ഈ കഷ്ടത രോഗമെല്ലാം ദൈവത്തോട് അടുക്കാനാ, ദൈവവചനം വായിക്കാനാ, ദൈവവചനം പഠിക്കാനാ, കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാനാ. അതുകൊണ്ടാണ് വീണ്ടും 71-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരിക്കുന്നത് എനിക്ക് ഗുണമായി തീർന്നു. അപ്പോൾ രോഗങ്ങളല്ല ആദ്യം മാറേണ്ടത്, രോഗത്തോടുള്ള നമ്മുടെ മനോഭാവമാണ് മാറേണ്ടത്. രോഗത്തിന്റെ കാരണമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് രോഗം വന്നത്? ആ കാരണമനുസരിച്ച് ചികിത്സിക്കുമ്പോൾ രോഗം മാറും. ചിലപ്പോൾ മരുന്നായിരിക്കാം, ചിലപ്പോൾ പ്രാർത്ഥനയായിരിക്കാം, ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശാസിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ദൈവം തന്നതാണെങ്കിൽ പിടിച്ചു നിൽക്കുക, അഹങ്കരിച്ചു പോകാതിരിക്കാൻ ദൈവം തന്നതാണെങ്കിൽ ദൈവം കൃപ തന്നോളുവെന്ന് വിശ്വസിച്ചിരിക്കുക. പാപമാണെങ്കിൽ ഏറ്റുപറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപിതാവേ, പാപത്താൽ ബലഹീനമായ ഞങ്ങളുടെ ശരീരത്തിൽ പലപ്പോഴും രോഗങ്ങൾ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എന്നാൽ രോഗത്തിന്റെ കാരണം കണ്ടുപിടിക്കാതെ പലരും ചികിത്സിച്ച് പരാജയപ്പെടുകയാണ്. ഓരോ മനുഷ്യനും എന്തുകൊണ്ട് രോഗം വന്നെന്ന് മനസ്സിലാക്കുവാൻ വിവേചന ബുദ്ധി, ദൈവിക വെളിപ്പാട് അവിടുന്ന് കൊടുക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മയ്ക്കാണ്, ഗുണത്തിനാണ്, ദൈവത്തോട് അടുക്കാനാണ്, ശുദ്ധീകരണത്തിനാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവും കൊടുക്കണമേ. നിന്റെ കൃപ എപ്പോഴും കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളെ അറിയിച്ചാലും. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ഡോക്ടർ ഫിലിപ്പി തോമസ്, ബെത്ലഹേം മിനിസ്ട്രീസ്, താമലാക്കൽ PO, ഹരിപ്പാട് 690549. ഫോൺ 0479 241 9821 960 552 1715.